കേരളത്തിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് LP സ്കൂൾ തൃശ്ശൂർ കോടാലി LP സ്കൂളാണ്. ആ സ്കൂളിലാണ് ഇന്ന് പുലർച്ചെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതായത് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലുള്ള സീലിംഗ്, ആ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഏകദേശം 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിനകത്താണ് അവരെ സുരക്ഷിതമായി ഇരുത്താനായി രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ തന്നെ കൊണ്ടിരുത്താറുള്ളത്. ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലുള്ള സീലിംഗ് പണി പൂർത്തിയാക്കിയത് 2 വർഷം മുൻപ് മാത്രമാണ്. 2017 ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായത്. 2023 ഈ പണികൾ തുടങ്ങിയത് 2017 2023 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇവിടുത്തെ MLA ആയ KK രാമചന്ദ്രനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അതായത് ഇത് പൊക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് വലിയ പ്രായമായവരുടെ തലയിൽ വീണാൽ തന്നെ ഒരുപക്ഷെ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ പിന്നെ ചെറിയ കുട്ടികളുടെ അവസ്ഥ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതായത് ഈ കുട്ടികൾ ഇന്നലെ ഉച്ചവരേക്കും ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഉണ്ടായിരുന്നു. അവർ ഇവിടെ ഇരുന്ന് കളിക്കുകയും അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് അങ്ങനെ കുട്ടികളെ ഇപ്പം ഈ സുരക്ഷയുടെ ഭാഗമായിരുന്നു നമ്മുടെ സ്കൂളിൽ കറണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് രാവിലെ വണ്ടിയിൽ വരുന്ന കുട്ടികൾ നേരത്തെ ഓടിക്കളിച്ച് അപകടങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ് ഇരുത്തുന്നത്. ഇപ്പോൾ അതിൽ 2 ടീച്ചേഴ്സിന് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു 9:15 നമ്മൾ അതാത് ക്ലാസ്സിലേക്ക് അവർ വിടാറാണ് പതിവ്. ഇന്നലെ വരെ കുട്ടികൾ രാവിലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇരുന്നിരുന്നത്. ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ നടന്നിരുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം പിന്നീട് പോലീസ് എത്തിയാണ് തണുപ്പിച്ചത്. സ്കൂളുള്ള സമയത്തായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറിയേനെ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.